2025 ഒക്ടോബർ 3-ാം തീയതി വെള്ളിയാഴ്ചയിലെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ നീതി തേടുന്ന ലഡാക്ക് എന്ന വിഷയത്തെ അധികരിച്ചാണ്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം എന്നാണ് മലയാള മനോരമയുടെ നിലപാട്. പ്രഥമ ദൃഷ്ട്യാ അതിനകത്ത് വലിയ തെറ്റൊന്നും തോന്നില്ല. ആ എഡിറ്റോറിയൽ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ, രണ്ടാമതൊന്നുകൂടി വായിച്ചു കഴിയുമ്പോൾ, വരികൾക്കിടയിലൂടെ വായിച്ചു കഴിയുമ്പോൾ മലയാള മനോരമ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് മനോരമ എഡിറ്റോറിയൽ പറയുന്നത് ഈ കലാപം സർക്കാരിൻ്റെ അവഗണന മൂലമാണ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 2019 ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യം അത് കേന്ദ്രഭരണ പ്രദേശമാക്കണം എന്നായിരുന്നു, അല്ല സംസ്ഥാനമാക്കണമെന്നായിരുന്നില്ല. കാരണം അവരാവശ്യപ്പെട്ടത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജമ്മു കാശ്മീരിൽ നിന്നും തങ്ങളുടെ പ്രദേശത്തെ മാറ്റി ഒരു കേന്ദ്രഭരണ പ്രദേശമായി തങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്താൻ സഹായിക്കണം എന്നായിരുന്നു അന്ന് ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യം. ഗവൺമെൻറ് അത് അംഗീകരിച്ചു കൊടുത്തു. അതൊരു കേന്ദ്രഭരണ പ്രദേശമാവുക. ഒരു സ്റ്റേറ്റ് ആകാനൊരു മിനിമം ഉള്ള ഒരു റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ലഡാക്കിനുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ലഡാക്കിലെ കാർഗിലെ ഭൂരിപക്ഷം ഷിയ മുസ്ലിംസാണ്, ലഡാക്കിൽ ബുദ്ധമതക്കാരുമാണ്. എന്തായാലും ശരി, അതായിരുന്നു അന്നത്തെ അവരുടെ ആവശ്യം. പക്ഷേ വാങ്ചൂക്കിൻ്റെ നേതൃത്വത്തിൽ ഈ കലാപം പെട്ടെന്ന് തുടങ്ങിയത് തങ്ങൾക്ക് സ്റ്റേറ്റ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. വാങ്ചൂക്ക് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളുടെയിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനവുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചില സന്നദ്ധ സംഘടനകളുണ്ട്. ഈ സന്നദ്ധ സംഘടനകളെ ഫൈനാൻസ് ചെയ്യുന്നത് ചില വിദേശ രാജ്യങ്ങളുമാണ്. ഇതെല്ലാം ഉപരിയായിട്ട് അദ്ദേഹത്തെ ഇവിടെ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മാക്സസെ അവാർഡൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവനം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അംഗീകരിച്ച് കഴിഞ്ഞിരുന്നു. മാക്സസെ അവാർഡ് പറഞ്ഞാലും അതിൻ്റെ പേര് മാക്സസെ അവാർഡിന് ഫിലിപ്പൈൻസിലെ പ്രസിഡൻറ്റിൻ്റെ പേരിലാണ് ഈ അവാർഡെങ്കിലും അത് കൊടുക്കുന്നത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ശക്തമായ സ്വാധീനമുള്ളൊരു സംഘടനയാണ് ഈ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. അവർക്ക് പ്രയോജനമുള്ള ആളുകൾക്ക് അവാർഡ് കൊടുക്കുക, അത് നോബൽ സമ്മാനവും ഇതും ബുക്കർ പ്രൈസും എല്ലാം ഏതാണ്ട് ഈ നിലയിൽ വരുന്നതാണ്. എന്തായാലും ശരി, വാങ്ചൂക്കിന് മാക്സസെ അവാർഡ് കൊടുത്തൊരു മഹാനാക്കി മാറ്റി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആവശ്യം സ്റ്റേറ്റ് വേണമെന്നുള്ളതായിരുന്നു. സ്റ്റേറ്റ് വേണമെന്നുള്ള ആവശ്യമായിട്ട് ഇറങ്ങിയ ഒരു സമരം വളരെ പെട്ടെന്ന് കലാപമായിട്ട് മാറുകയാണ്. തൊട്ടടുത്ത BJP ഓഫീസ് അവരാക്രമിച്ചു. BJP ഓഫീസിലല്ലല്ലോ സ്റ്റേറ്റ് ഇരിക്കുന്നത്, അത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലല്ലേ. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, ഗവൺമെൻറ് ഉടമയിലുള്ള വാഹനങ്ങൾക്ക് തീയിടുന്നു. ഒരു സ്റ്റേറ്റിന് വേണ്ടി സമാധാനപ്രേമികളായ ബുദ്ധമതക്കാർ പെട്ടെന്നൊരു കലാപത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കലാപം അവഗണന മൂലം ഉണ്ടായ ഒന്നല്ല, മറിച്ച് ലഡാക്കിലെ ജനങ്ങളുടെ ന്യായമായ എല്ലാ അവകാശങ്ങളും ഗവൺമെൻറ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മനോരമ പറയുന്നത് ന്യായമായ അവരുടെ അവകാശങ്ങളൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഒരു ആർഗ്യുമെൻറ്റ് തൊഴിലില്ലായ്മയാണ് ഈ സമരത്തിന് വഴിതെളിച്ചതെന്ന്. തൊഴിലില്ലായ്മ രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ പര്യാപ്തമായ ഒരു വിഷയമാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും തൊഴിലില്ലായ്മയില്ലേ? അവിടെ എല്ലാം കലാപം ഉണ്ടാകണ്ടേ? പിന്നീട് മനോരമ തന്നെ വാങ്ചൂക്കിനെ ഒരു വലിയ വിദ്യാഭ്യാസ പ്രവർത്തകനാക്കി മാറ്റി. മാക്സസെ അവാർഡിൻ്റെ മറ്റൊരു പതിപ്പ് ആണ് മനോരമ കൊടുത്തിരിക്കുന്ന ഈ വലിയ ഒരു അംഗീകാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനോരമ പറയുന്നത് ലഡാക്കിൽ മണിപ്പൂർ ആവർത്തിച്ചേക്കാം. മണിപ്പൂരിൽ ആരാണ് സമരം ചെയ്തത്? മെയ്തികളും കുക്കികളും തമ്മിൽ ഗോത്രവർഗ്ഗക്കാരാണ് സമരം ചെയ്തത്. ചൈനയുടെ ആയുധം ഉപയോഗിച്ചാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിയത്. ഗോത്രവർഗ്ഗക്കാരുടെ ഉണ്ടായിരുന്ന കലാപത്തെ പിന്നെ മതപരമായൊരു കലാപമാക്കി മാറ്റിയത് കോൺഗ്രസ്സാണ്. പ്രതിപക്ഷമെന്ന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസ്സാണ്. അപ്പോൾ മണിപ്പൂർ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മലയാള മനോരമയുടെ കണ്ടെത്തൽ. ഇത് ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്ത്യയിലെ ഇന്നത്തെ സങ്കീർണമായ ചില സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു വിശകലനം നടത്തണം എന്ന് അഭ്യർത്ഥിക്കാനാണ്. അതിൻ്റെ കാരണം ദലൈലാമയും ടിബറ്റും ഇന്ത്യക്ക് കുറച്ചു കാലമായിട്ട് തലവേദനയാണ്. 1962 ചൈനീസ് അക്രമത്തിന് കാര്യമായത് തന്നെ ദലൈലാമയോടെ നെഹ്റു കാണിച്ച പരിഗണനയാണ്. എന്തായാലും ശരി, ഇപ്പോൾ ദലൈലാമയും ടിബറ്റും ഇന്ത്യക്ക് ഒരു പുതിയ തലവേദനയാക്കി മാറിയിരിക്കുന്നു. ലഡാക്കിലെ ഭൂരിപക്ഷം ആളുകൾ ബുദ്ധമതക്കാരാണ്. അപ്പോൾ ദലൈലാമയുടെ പിൻഗാമിയെ നിർദ്ദേശിക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര വേദിയിൽ ചെറുകെ ചർച്ചയായിട്ട് വരികയാണ്. ഈ സമയത്ത്
ഇന്ത്യൻ രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ ഏത് തരത്തിലെങ്കിലും മറിച്ചിടാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സർവ്വസന്നാഹവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം തകർന്നതോടുകൂടി വളരെ കൃത്യമായി എങ്ങനെയെങ്കിലും മോദിയുടെ സർക്കാരിനെ പുറത്താക്കുക, അതേത് അധാർമികമായ മാർഗത്തിലൂടെയും പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്ക കരുക്കൾ നീക്കുന്നത്. ബംഗ്ലാദേശിൽ അവരെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതുപോലെ ഇവിടെ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ പുറത്താക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ്റിനെ ഒന്ന് പരിഗണിച്ചാൽ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്നവർ കാണും, പ്രതികൂലിക്കുന്നവർ കാണും. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ 3 ശത്രുക്കൾ ആരാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. മോദിയുടെ 3 ശത്രുക്കൾ, ഒന്ന് പാകിസ്ഥാൻ, മറ്റൊന്ന് ചൈന, പിന്നൊന്ന് ബംഗ്ലാദേശ്, പിന്നെ വരുന്ന അദ്ദേഹത്തിൻ്റെ ശത്രു അമേരിക്കയല്ല, മറിച്ച് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡൻ്റാണ്. വ്യക്തിപരമായ വിരോധമാണ് ഡൊണാൾഡ് ട്രംപിന് മോദിയോടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഈ 3 ശത്രുക്കളിൽ രണ്ടാമത്തെ ശത്രു നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിദേശ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ചില സന്നദ്ധ സംഘടനകളാണ്. അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് ഗവൺമെൻറ്റിലൂടെയാണെങ്കിലും ഗവൺമെൻറ്റിന് ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വിദേശ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ, ഒരുപാട് സന്നദ്ധ സംഘടനകളിൽ പലതും ചില രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം വളരെ സംശയാസ്പദമാണ്. പിന്നെ നമ്മുടെ രാജ്യത്തെ മതമൗലികവാദികൾ, തീവ്രവാദികൾ, മോദി വിരുദ്ധ നിലപാട്, കണ്ണുമടച്ച് മോദി ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ, ഇവരൊക്കെ മോദിയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രണ്ടാമത്തെ കൂട്ടരാണ്. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയാനില്ല. പ്രതിപക്ഷം ഒന്നടങ്കം മോദി സർക്കാരിനെ എങ്കിലെങ്കിലും പുറത്താക്കണം എന്ന് പറഞ്ഞ് ശ്രമിക്കുന്നു, ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. മൂന്നാമത് ഒരു വ്യക്തിയേ ഉള്ളൂ, അത് പ്രതിപക്ഷ നേതാവായ രാഹുലാണ്. ഇത്രയും ആളുകൾ കൃത്യമായി നരേന്ദ്രമോദിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അതുതന്നെയാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ദലൈലാമയും ടിബറ്റും ഒരു പ്രധാനപ്പെട്ട വിഷയമായി മുന്നേ വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് മുന്നിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ചൈനയെ പിണക്കാതെ, അതേസമയം ടിബറ്റിലെ ജനങ്ങളുടെ സ്വത്വബോധത്തെ മുറിവേൽപ്പിക്കാതെ, ഒപ്പം അമേരിക്കയെ ആശ്രയിക്കാതെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ളൊരു ദൗത്യമാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഉള്ളത്. ഇനി നമ്മളിവിടെ നോക്കേണ്ടത് ഈ തർക്കം അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു തർക്കമല്ല. തർക്കത്തിൻ്റെ പിന്നാമ്പുറം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ടിബറ്റ് ഭരിക്കുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ ടിബറ്റിലെ ഭൂരിപക്ഷ സമുദായമായ ബുദ്ധമതക്കാരുടെ ദലൈലാമ ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ചൈനയ്ക്കാണ് എന്ന് ചൈനക്കാർ വിശ്വസിക്കുന്നു. ചൈനക്കാരുടെ ശക്തമായ നിലപാടാണ്. അടുത്ത ദലൈലാമ ആരാണെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അതിനകത്ത് ഇപ്പോഴത്തെ ദലൈലാമയ്ക്ക് യാതൊരു പങ്കുമില്ല, മറ്റാർക്കും പങ്കുമില്ല. ചൈനീസ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് അടുത്ത ദലൈലാമ ആരായിരിക്കണം. ഇതാണ് ചൈനയുടെ നിലപാട്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് അരുണാചൽ പ്രദേശുകാരനും ബുദ്ധമത വിശ്വാസിയും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജുവിനുള്ളത്. കിരൺ റിജിജു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അടുത്ത ദലൈലാമയെ നിശ്ചയിക്കാനുള്ള അവകാശം ലാമമാർക്കാണ്, അല്ല ചൈനയ്ക്കല്ല. അത് പൂർണ്ണമായും അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ലാമമാർക്കാണ് അതിന് അധികാരം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്നാൽ അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാട് വേറെ ഒന്നാണ്. ടിബറ്റൻ ബുദ്ധമതക്കാർ മാത്രം തീരുമാനിക്കേണ്ട ഒരു വിഷയത്തിൽ ചൈനയ്ക്ക് ഒരു രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. ഈ പ്രശ്നത്തിലേക്കൊക്കെ വരാൻ കാരണം, ഇതൊക്കെ സങ്കീർണമാകാൻ കാരണം, ദലൈലാമയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ കണ്ടെത്തേണ്ടത് അടിയന്തരമായ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് അവലോകദേശൻ്റെ പിൻഗാമിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊരു വെളിപാടുണ്ടായി, ഉടനെ എങ്ങും അദ്ദേഹം മരിക്കില്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇനിയും 10-30 വർഷം അദ്ദേഹം ജീവിച്ചിരിക്കുമെന്ന് ദലൈലാമ അവകാശപ്പെടുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അതിൽ ആർക്കും തർക്കമൊന്നുമില്ല. ദലൈലാമ സ്വാഭാവികമായിട്ട് ആരോഗ്യവാനുമാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം, ദലൈലാമ മരിച്ചു കഴിയുമ്പോൾ ഈ പിൻഗാമിയെ കണ്ടെത്തുന്ന ഒരു സംവിധാനമുണ്ട്.
അത് വളരെ സങ്കീർണമായ ഒന്നാണ്. അതായത് ടിബറ്റൻകാരുടെ രീതി അനുസരിച്ച് അടുത്ത ദലൈലാമയെ തീരുമാനിക്കണമെങ്കിൽ ആത്മീയമായ ചില അടയാളങ്ങൾ വേണം, ചില സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ ചില ഇൻറ്റ്യൂഷൻസ്, ഇതൊക്കെ വ്യാഖ്യാനിച്ച് വേണം അടുത്ത ദലൈലാമയെ കണ്ടെത്താൻ. അപ്പോഴേ ദലൈലാമയുടെ മരണശേഷം, അതോടൊപ്പം ദലൈലാമയുടെ മരണശേഷമാണ് അടുത്ത ദലൈലാമ വരുന്നത്. ദലൈലാമ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ അന്ത്യനിമിഷം, ദലൈലാമയുടെ അന്ത്യനിമിഷം അദ്ദേഹം ഏത് ദിശയിലേക്കാണ് നോക്കുന്നത്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദലൈലാമയുടെ മൃതശരീരം സംസ്കരിച്ചു കഴിയുമ്പോൾ പുക ഏത് ദിശയിലേക്കാണ് പോകുന്നത്, അതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് ദലൈലാമ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ ജനിക്കുന്ന ആൺകുട്ടികൾ ആരൊക്കെയാണ്, അവരെ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുന്ന ആൺകുട്ടികളിൽ ചിലരെ കൊണ്ടുവന്ന് മരിച്ചുപോയ ദലൈലാമ അവശേഷിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ വസ്തുക്കളിൽ ഏതെങ്കിലും ചിലത് തൻ്റേതാണ് എന്ന് കുട്ടി അവകാശപ്പെട്ടാൽ ആ കുട്ടിയാണ് അടുത്ത അന്തരിച്ച ദലൈലാമയുടെ ചില വസ്തുക്കൾ ഈ കുട്ടിയെ കാണിക്കും. ടിബറ്റിലെ ചൈനയുടെ അധിനിവേശം ഉണ്ടായപ്പോൾ അവരാദ്യം കൈവച്ചത് ബുദ്ധ മതവിഹാരങ്ങളിലേക്കും ബുദ്ധ ഭിക്ഷുക്കളിലേക്കുമാണ്. ലാമമാരെയും അതുപോലെ പ്രധാനപ്പെട്ട ബുദ്ധമത ആചാര്യന്മാരെയും അവരെ കസ്റ്റഡിയിലെടുത്തു. ഈ സമയത്താണ് 1959 ഇപ്പോഴത്തെ ദലൈലാമ അവിടെ നിന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിയുടെ സഹായത്തോടുകൂടിയാണ് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ എത്തിയത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ദലൈലാമയുടെ പൂർവാശ്രമത്തിലെ പേര് ടെൻസിൻ ഗ്യാറ്റ്സോ എന്നാണ്. അദ്ദേഹം ദലൈലാമ ആയപ്പോഴാണ് ദലൈലാമ എന്ന പേര് മാത്രമായിട്ട് വന്നത്, ആചാര്യനായപ്പോഴാണ്. ഈ ടെൻസിൻ ഗ്യാറ്റ്സോ എന്ന് പറയുന്ന കൊച്ചു കുട്ടിയെ കണ്ടെത്തിയത് ഇപ്പോഴത്തെ ദലൈലാമയുടെ മുൻഗാമിയാണ്. അദ്ദേഹം വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് ചൈനയുടെ ടിബറ്റൻ അധിനിവേശം നടക്കുന്നതും അവിടെ നിന്ന് അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇപ്പോഴത്തെ ദലൈലാമയും അദ്ദേഹത്തിൻ്റെ അനുയായികളും നേരെ ഇന്ത്യയിലേക്ക് വരുന്നതും. ഇന്ത്യയിലേക്ക് വന്ന ദലൈലാമയുടെ അനുയായികളും ദലൈലാമയും ഹിമാചൽ പ്രദേശിലുള്ള ധർമ്മശാലയിൽ താമസമാക്കി. അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അന്ന് നെഹ്റു ഗവൺമെൻറ് ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ ദക്ഷിണേന്ത്യയിലേക്ക് വന്ന് കുടകിലും താമസമാക്കി. ഇപ്പോഴും കുടകിൽ ഈ ടിബറ്റൻ കുടിയേറ്റക്കാരുടെ ചില കോളനികൾ ഇപ്പോഴും കുടകിലുണ്ട്. അവരവിടെ കമ്പിളി വസ്ത്രങ്ങളൊക്കെ വിറ്റ് ജീവിക്കുകയാണ്. അവിടെ ഒരു പ്രവാസി ഗവൺമെൻറ് ഇദ്ദേഹം ദലൈലാമ സ്ഥാപിച്ചു. അതിന് ഇന്ത്യ അംഗീകാരം കൊടുത്തു. ഇതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായി അന്നത്തെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. 1959 ഈ സംഭവം നെഹ്റുവിനെ ചൈനീസ് ഭരണകൂടവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഇടവരുത്തുകയും 1962 ചൈന ഇന്ത്യ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ചൈനയും നമ്മളുമായിട്ടുള്ള ആ സൗഹൃദം ഇല്ലാതാകുന്നതിന് ഒരു വലിയ പരിധി വരെ വഴിതെളിച്ചത് ദലൈലാമയുടെ ഇന്ത്യയിലേക്കുള്ള വരവായിരുന്നു. ദലൈലാമയെ ആദ്യം തൊട്ട് 1959 മുതൽ ദലൈലാമയെ സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുത്ത് ആദരിച്ചതും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ്. നോബൽ സമ്മാനം കൊടുത്ത് ആദരിച്ച ദലൈലാമയുടെ വാക്കുകൾക്ക് ലോകം വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് വലിയ സ്വാധീനമാണ് ബുദ്ധമത വിശ്വാസികൾക്ക് ഇടയിലുണ്ട്. ലഡാക്കിലെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ, കാർഗിൽ ജില്ല ഒഴിച്ചാൽ വലിയൊരു വിഭാഗം ആളുകൾ ബുദ്ധമതക്കാരാണ്. അവർ മാത്രമാണ്. അവരിൽ ദലൈലാമയ്ക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് നന്നായിട്ട് അറിയാം. ഈ സാഹചര്യത്തിലാണ് വാങ്ചൂക്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഡാക്കിലെ കലാപത്തെ നമുക്ക് കാണേണ്ടത്. ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പല സന്നദ്ധ സംഘടനകളും രാജ്യവിരുദ്ധ നിലപാടുള്ള മാധ്യമങ്ങളും ഒക്കെ ഈ സമരത്തെ പ്രോത്സാഹിപ്പിക്കാൻ സഹായകമായ വാർത്തകളും അതുപോലെ തന്നെ ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഈ ലഡാക്കിലെ സമരത്തെ സ്പോൺസർ ചെയ്യുന്നത്. ഈ ലഡാക്കിലെ സമരത്തിന് മണിപ്പൂരിലെ സമരത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു അന്തർദേശീയ മാനമുണ്ട്. അത് ദലൈലാമയുടെ സാന്നിധ്യം ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടും ബുദ്ധമത വിശ്വാസികളായ ലഡാക്കിലെ ജനതയുടെ ആത്മീയ ഗുരുവായ ദലൈലാമ ഇന്ത്യയിൽ ജീവിക്കുന്നത് കൊണ്ടുമാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ വളരെ ഗൗരവപൂർവ്വം ഇന്ത്യക്കാർ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. മണിപ്പൂരിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലഡാക്കിന് ഉള്ള ഒരു പ്രത്യേകത,
ലഡാക്കിലെ കലാപത്തിന് കുറച്ചുകൂടി അന്തർദേശീയമായ മാനമുണ്ട്. അതിൻ്റെ കാരണം ലഡാക്കിലെ സമരത്തിനിറങ്ങിയിരിക്കുന്നത് ബുദ്ധമത വിശ്വാസികളാണ്. അവർ സമാധാന പ്രേമികളാണ്. ഇതിലെല്ലാം ഉപരി അവരുടെ ആത്മീയ ഗുരുവായ ദലൈലാമ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. ഈ ദലൈലാമ എന്ന് പറഞ്ഞ ടിബറ്റുകാരുടെ ബുദ്ധമതക്കാരുടെ ആത്മീയ ഗുരു, അദ്ദേഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ്. ഇന്ന് ഇന്ത്യ ഒരു ഭാഗത്ത് പാകിസ്ഥാനുമായും മറുഭാഗത്ത് ചൈനയുമായും മറ്റൊരു ഭാഗത്ത് ബംഗ്ലാദേശുമായും ഇതിലെല്ലാം ഉപരിയായി ഡൊണാൾഡ് ട്രംപുമായി കടുത്ത ഒരു സംഘർഷത്തിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ലഡാക്കിലെ കലാപത്തിനെ നമുക്ക് നിസ്സാരമായി എടുക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ചരിത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, മാധ്യമങ്ങൾ, പത്രപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ സാഗൂതം നിരീക്ഷിക്കാനും നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കാനും നമ്മുടെ രാജ്യത്തെ പൊതുസമൂഹം തയ്യാറായില്ല എങ്കിൽ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ വളരെ വലിയ അപകടങ്ങൾ ഒരുപക്ഷെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ചുരുക്കത്തിൽ ഒരു കാര്യം പറയാം, ലഡാക്ക് ഒരു ചെറിയ മീനല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.